അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പോയി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് മൊബൈൽ ഫോണിൽ എൻ്റെ മദ്രാസിലുള്ള ലാൻഡ് ഫോണിലോട്ട് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബാലചന്ദ്രനാണ്. ഞാൻ പറഞ്ഞു, നമസ്കാരം സാർ, എന്ത് പറ്റി സാർ? അല്ല, എന്നെ ആ സിനിമ ഹോണ്ട് ചെയ്യും, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രമാത്രം ഗംഭീരമായിട്ടത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു. എനിക്ക് ആ ഡയറക്ടറുടെ പേരൊന്ന് വേണം, നമ്പർ വേണം. ഞാൻ പറഞ്ഞു, സാർ, അദ്ദേഹം കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത്, അന്ന് STD ആണ്, കിട്ടിയാൽ കിട്ടി. അല്ല, യു ഗിവ് മി ദ നമ്പർ, ലെറ്റ് മീ ട്രൈ. എനിക്ക് അത് എന്നെ ഹോണ്ട് ചെയ്യുന്നു. കാര്യം ഗോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കഥയാണത്. ആ സായിപ്പന്മാർക്ക് പോലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അവർക്ക് പോലും പറ്റാത്ത ഒരു ലൂപ്പ് ഹോൾ, ഒരു ലോജിക്ക് അടച്ച ഒരു സിനിമയാണ് ആയുഷ്കാലം. ഐ ഹാവ് ടു ടോക്ക് ടു ഹിം. ഞാൻ ഉടനെ തന്നെ അന്ന് 048235 അങ്ങനെ കുറേ നമ്പറുകളാണ് STD കോഡുമെല്ലാം കൂടെ ചേർത്ത് ഞാൻ കൊടുത്തു. അപ്പം ഞാൻ 2 ദിവസത്തിനകം വിളിക്കുകയായിരിക്കുന്നു. ഒരു അരമണിക്കൂർ തികയുന്നതിന് മുമ്പ് കമൽ വളരെ ഇമോഷണലായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലേന്ദ്രൻ സാർ എന്നെ വിളിച്ചു. എൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിൽ, കൊടുങ്ങല്ലൂർ പോലൊരു ഗ്രാമത്തിൽ ഇത്രയും വലിയൊരാളെ വിളിച്ചിട്ട് അരമണിക്കൂർ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയാൽ പോലും എനിക്ക് ഇത്രയും സന്തോഷമില്ല. ശരിക്കും ഒരു വലിയ ഗുണപാഠമാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. അത് സിനിമയെന്നും കലയെന്നും കലാസ്വാദകൻ പോലും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സൽപ്രവൃത്തി, ഒരു നല്ല കലാസൃഷ്ടി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അയാളെ വിളിച്ചിട്ട് ഒരു അനുമോദനം, അവർക്കുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒരു സന്തോഷവും ഒക്കെ കമലിൻ്റെ വാചകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഞാനും അത്തരത്തിൽ ഒരു സ്വഭാവം രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്പർ കണ്ടുപിടിച്ച് പറയും. അപ്പോൾ ആ ഒരു അനുഭവം അത് വലിയൊരു ഗുണപാഠവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നു. പിന്നെ അടുത്തത് നമ്മുടെ ഗോമാധവൻ ഫൗണ്ടേഷൻ്റെ ഈ പ്രാവശ്യത്തെ പ്രധാന പുരസ്കാരം നേടിയ